യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, രോഗിയായി തീർന്നാലും, യേശുവിൽ ഞാൻ ചാരിയിടും. യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘരുടനായി വരും. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൻ്റെ ഏകജാതനായ എൻ്റെ തേജസ്സായി കണ്ടു. ഈ അധ്യായം തുടങ്ങുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയണം വചനം ജഡമായി തീർന്നു. വചനം എന്നുള്ളത് വാസ്തവത്തിൽ പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രനെ കുറിച്ച് പറയുന്നു. സഭ എന്ന വിഷയം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് സഭയുടെ തല എന്ന് പഠിച്ചു. സഭ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് സഭയുടെ ഭാഗമായി മാറുന്നത്. നമ്മുടെ കൈകാലുകൾ ശരീരത്തിൽ വിവിധ അവയവങ്ങളുള്ളതുപോലെ സഭയിലുള്ളവർ വിവിധ അവയവങ്ങൾ പോലെയാണ് സഭയിൽ. എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ശരീരം യുക്തമായി പ്രവർത്തിക്കുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. സഭ ഉണ്ടായ ശേഷമാണ് വാസ്തവമായി ബൈബിൾ എഴുതപ്പെട്ടത്. ബൈബിളിന് വചനം എന്ന് പറയും എഴുതപ്പെട്ട വേദലിഖിതങ്ങളാണ്. ബൈബിളിൽ 66 പുസ്തകങ്ങളുള്ളത്. പക്ഷെ അതിന് മുമ്പേ ഉണ്ടായത് സഭയാണ്. സഭയ്ക്ക് ശേഷമാണ് ബൈബിൾ വന്നത്. അതുകൊണ്ട് സഭയ്ക്ക് ബൈബിളിലെ ആശയങ്ങളോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യാൻ അനുവാദമില്ല. ദൈവവചനമാണ് ആദ്യം വന്നത്.
സഭയാണ് ആദ്യം വന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലെ കാര്യങ്ങൾ തിരുത്താൻ സഭയ്ക്ക് അനുവാദമുള്ളതല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ ദൈവവചനം ആദിയിലെ സഭ ഉണ്ടാകുന്നതിന് സകല സൃഷ്ടിക്കും മുമ്പേ ഉണ്ടായിരുന്നു. അതേതാണ് ദൈവവചനം? അതാണ് നമ്മൾ പറഞ്ഞ യോഹന്നാൻ 1:1. രണ്ട് രീതി നമ്മളത് മനസ്സിലാക്കണം. എഴുതപ്പെട്ട വചനം അത് സഭയ്ക്ക് ശേഷം വന്നതാണ്. എന്നാൽ വചനമെന്ന വ്യക്തി, പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ, ഈ സഭ ഉണ്ടാകുന്നതിനും സകല സൃഷ്ടിക്കും ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ ഉള്ളതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം ശരീരമെന്ന കൂടാരം, ടെൻ്റ് ധരിച്ചു വന്നതാണ് യേശു ക്രിസ്തു. അത് യോഹന്നാൻ 1:14 നമ്മൾ വായിച്ചു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഈ വചനമാകുന്ന യേശുവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വെളിപ്പാട് താൻ ശരീരത്തിലിരിക്കുമ്പോഴും മനുഷ്യർക്ക് പൂർണ്ണമായി ലഭിച്ചില്ല. കാരണം വീണ്ടും ജനനം പ്രാപിക്കാത്തവർ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നിട്ടില്ലാതെ ഇരുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കാര്യമാണ്. വീണ്ടും ജനനം എപ്പോഴാണ് സംഭവിച്ചത്? പുനരുത്ഥാനത്തിന് ശേഷം, യേശു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നതിന് ശേഷം. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വീണ്ടും ജനനം പ്രാപിച്ച ശിഷ്യന്മാർക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 12-13 വാക്യങ്ങൾ പറയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. കർത്താവ് പറയാണ്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിയയില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ക്ലിയർ ആക്കുകയാണ് കർത്താവ്. അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വീണ്ടും ജനനം പ്രാപിക്കാതെ, പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ വരാതെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വാസ്തവമായി നമുക്ക് ലഭിക്കത്തില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വചനം എന്ന് നാം പറയുമ്പോൾ എഴുതപ്പെട്ട ലിഖിതങ്ങളായിട്ടുള്ള വചനങ്ങളെ, എഴുതപ്പെട്ട വചനത്തെ, 66 പുസ്തകങ്ങളെ, വിശുദ്ധ വേദപുസ്തകത്തെ വചനമെന്ന് പറയുമ്പോൾ തന്നെ പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ വചനം, അതാണ് യേശു തന്നെയാണ് വചനം. ആ വചനം ജഡമായി ഭൂമിയിൽ വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് പാർത്തത് മാത്രം, അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതൻ്റെ തേജസ്സായി കണ്ടു. അപ്പം തന്നെ ബൈബിള് ഒരു സഭയും തള്ളി പറയത്തില്ല. എല്ലാ സഭയും ബൈബിൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരും ബൈബിൾ അതുപോലെ അംഗീകരിച്ചിരുന്നു. പക്ഷെ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൈവവചനം, എഴുതപ്പെട്ട ദൈവവചനത്തെ അതുപോലെ പ്രസംഗിച്ചു. വാമൊഴിയായി ഒന്ന് പറഞ്ഞിട്ട് വരമൊഴിയായി മറ്റൊന്ന് പഠിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സത്യസുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യവേദപുസ്തകത്തെ, ആ വചനത്തെ നമുക്ക് മാറ്റിക്കളയാൻ കഴിയത്തില്ല. അത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണമെങ്കിൽ എങ്ങനെ പറ്റത്തുള്ളൂ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോസ്തലന്മാരും അങ്ങനെയാണ് ചെയ്തത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനത്തെ വ്യാഖ്യാനിച്ചു. ഒന്നും തെറ്റായ രീതി പഠിപ്പിച്ചില്ല. വചനം എന്താണോ പറയുന്നത് അത് പഠിപ്പിക്കാൻ തയ്യാറായി. അപ്പോൾ തന്നെ വചനം
ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ട തിരുവചനം പറയുന്നു. ആ യേശുവിനെ നാം അറിയുകയാണെങ്കിൽ സത്യം അറിയുകയും അസത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു. ആദിയിൽ പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ യേശു വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങൾക്കായി ഭൂമിയിലേക്ക് വന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അവസാനതുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് ഇന്നും ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, എഴുതപ്പെട്ട തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തുറന്ന് ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും തിരിച്ചറിയാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. യേശു എന്ന അഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. യേശു എന്ന അഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ.